ഇടുക്കി മൂന്നാർ മാലിന്യ പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ബി.ജെ.പി. പ്രവർത്തകരും പ്ലാന്റിന്റെ മുൻപിൽ നടത്തിവന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു. സബ് കളക്ടർ വി.എം. ആര്യ, ഡിവൈഎസ്പി എസ്. ചന്ദ്രകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. വിജയകുമാർ എന്നിവർ സമരക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. തിങ്കളാഴ്ച സമരക്കാരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും മാലിന്യം ദുർഗന്ധം വ്യാപകമാക്കുകയും ചെയ്തതോടെയാണ് പ്ലാന്റ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച മുതൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. അതേസമയം പ്ലാന്റിലെ മാലിന്യം തീ കത്തിച്ചത് പഞ്ചായത്തല്ലെന്നും വൈകുന്നേരം ഇവിടങ്ങളിലെത്തുന്ന സാമൂഹ്യവിരുദ്ധരാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനായി മാലിന്യ പ്ലാന്റിന് ചുറ്റും 15ഓളം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. വിജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയും അവരുടെയും ഞാൻ നേരിട്ട് കണ്ട് മൂന്നാറിന്റെ മാലിന്യ പ്രശ്നം പറഞ്ഞപ്പോൾ ശുചിത്വ മിഷനിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നമുള്ള കല്ലാർ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കൃത്യ ഇടവേളകളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനുള്ള നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. രാത്രി കാവലിനായി 2 പ്രദേശവാസികളെ വേതനം നൽകി നിയമിക്കും. പ്ലാന്റിന് പുറത്തു നിന്നുള്ള മാലിന്യങ്ങൾ എത്താതിരിക്കാൻ പുറമേ നിന്നുള്ള വാഹനങ്ങൾ അനുവദിക്കില്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് പച്ചക്കറികൾ ജൈവവളമാക്കുന്നതിനും ആഹാരാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനും പ്ലാസ്റ്റിക് മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രക്രിയ ഊർജിതമാക്കും. പ്ലാന്റിന് സമീപത്ത് കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ശുചിത്വ മിഷൻ അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ച് ഉടനടി നടപടികൾ ആരംഭിക്കും. ആരോഗ്യവകുപ്പുമായി ചേർന്ന് കല്ലാറിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. വിജയകുമാർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.